അപ്പത്തിന്റെ കൂടെ എന്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് കാഷ്യൂ നട്ട്സ് ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിന്റെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഒരു കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം കറുകപ്പട്ടയും 3 ഗ്രാമ്പൂവും 4-5 ഏലക്ക ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 6 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ടു വരുമ്പം അതിലേക്ക് 3 പച്ചമുളക് നടുകെ കീറിയതും ഒരു വലിയ സവോള അരിഞ്ഞതും 2 തണ്ട് കരിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് നന്നായി വഴണ്ട് സോഫ്റ്റ് ആയി വന്നാൽ നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 2 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാലാണ്. കോക്കനട്ട് പൗഡർ ആണ് എടുക്കുന്നതെങ്കിൽ 4 ടേബിൾ സ്പൂൺ പൗഡർ 2 കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് തിളച്ചു തുടങ്ങുമ്പോൾ 15 മിനിറ്റോളം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് കാഷ്യൂ നട്ട്സ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വെന്ത് കിടക്കുന്ന 1-2 ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കി ഒന്ന് ഉടച്ചു ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 1 ഗ്ലാസ് തേങ്ങയുടെ 1ാം പാലാണ്. കോക്കനട്ട് പൗഡർ ആണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പൗഡർ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ലോയിലേക്ക് വെക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 പിടി ചെറിയുള്ളിയും 2 തണ്ട് കരിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ചിക്കൻ സ്റ്റൂ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ടെക്സ്ചർ കണ്ടോ, നല്ല ക്രീമിയാണ്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സസ്നേഹം, മീര കൃഷ്ണൻ.